അപ്പൂപ്പൻ എന്നാ വിളിക്കുന്ന എല്ലാവരും. അപ്പോൾ കളരിയപ്പൂപ്പൻ എന്ന് പറയുമ്പോൾ മലയപ്പൂപ്പനാണ്. മലയിലെ വലിയപ്പൂപ്പനെ സങ്കല്പിച്ചാണ് അച്ഛൻ വിളക്ക് എത്തിച്ചുകൊണ്ടിരുന്നത്. വർഷാവർഷം അവിടെ ഉത്സവം നടത്തുമായിരുന്നു. അങ്ങനെ വന്ന് അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഞങ്ങളെല്ലാം പോന്നു കഴിഞ്ഞപ്പോൾ അവിടെ വിളക്കെത്തിക്കാരെങ്കിലും ഉണ്ടാവും. അങ്ങനെയായി ഈ ആത്മാവ് എല്ലാം കൂടെ കിളമ്പി. അയ്യപ്പൻ്റെ അടുത്ത് അച്ഛൻ ശബരിമല പോയി 18 വർഷം പടിയെട്ടി 18ാമത്തെ വർഷം അവിടെ നിന്ന് വീട്ടിൽ വന്ന് യാത്രയുണ്ടായിരുന്നു. ഒരു കാലം വെളി വെച്ചുകൊണ്ട് ഒരു കാലം അകത്ത് വെച്ചിട്ട് കെട്ടറക്കി അകത്തോട്ട് ഇങ്ങനെ വെച്ചു അച്ഛൻ പുറകോട്ടൊക്കെ ചായുമായിരുന്നു. അങ്ങനെ മാല കെട്ടി കിടന്നിട്ട് അച്ഛൻ മരിക്കുന്നത്. കുളിപ്പിക്കാൻ നേരത്തെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മാല വീഴുന്നേ. അപ്പോൾ അയ്യപ്പൻ വിട്ടുമാറുകയല്ല, ഈ കളരിയപ്പൂപ്പൻ വിട്ടുമാറുകയല്ല, അച്ഛനെ വിട്ട് പാടുകയല്ല. അപ്പോൾ അച്ഛൻ ഇളകി കഴിഞ്ഞപ്പോൾ ഈ അപ്പൂപ്പനും അയ്യപ്പനും എല്ലാം ഇളകി കഴിഞ്ഞ് നാട്ടുകാർക്ക് മൊത്തം ഉപദ്രവമായി. അങ്ങനെ ഭയങ്കര ശല്യമായി വന്നപ്പോഴത്തേന് ഇവർ പ്രവർത്തനമൊക്കെ വെച്ച് ദേവസ്വം ബോട്ടുകാർ വന്ന് അവരെ ഏറ്റെടുത്ത് അച്ഛനവിടെ അമ്പലം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അപ്പം അമ്പലം ഉണ്ടാക്കി 4 കെട്ടും നടക്കെട്ടും ഒക്കെയായി എല്ലാം കെട്ടി സുമാറാക്കിയിട്ടിരിക്കുവായി ഇപ്പോഴും അങ്ങോട്ട് പഴവക്കുണത്ത്. അപ്പോൾ അവിടെ പഴവക്കുണമെന്ന് ഞങ്ങളുടെ വീട്ടിൽ അവിടെ ഇപ്പം അച്ഛനെ ഇരുത്തിയപ്പോഴത്തേന് അപ്പൂപ്പനും ഇരുന്ന് അയ്യപ്പനും ഇരുന്ന് അയ്യപ്പനും ഒരു യാത്ര കെട്ടി അവിടെ ഒരു ഫോട്ടോ വെച്ച് അയ്യപ്പനെ പൂജിക്കുന്നുണ്ട്. അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്നു. അതിൻ്റെ നേരെ പടിഞ്ഞാറ് വശത്ത് കല്ല് അടിച്ച് കെട്ടി വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വിളക്ക് വെച്ച് അപ്പൂപ്പന് വിളക്ക് കത്തിക്കുന്നു.